ആരും കാണുന്നുമില്ല. ചന്തമുക്ക് വരെ ഒന്ന് പോയി നോക്കാം. പോയി എന്തുണ്ട്? ഒന്നുമില്ല. എവിടെ പോയി? ഞാൻ ഇവിടെ അടുത്തൊരു വീട്ടിൽ പോയായിരുന്നു. പഠിത്തം ഞാൻ ഇപ്പൊ എറണാകുളത്ത് ജോലിയായിരുന്നു. പിന്നെ എന്റെ കല്യാണം ബുധനാഴ്ച, അത് പറയാൻ വേണ്ടിട്ട്. കല്യാണം? ബുധനാഴ്ച. അപ്പൊ അന്ന് ഫാമിലി ആയിട്ട് വരണം. അല്ല, അച്ഛനെയും അമ്മയും കൂടിയിട്ട് വരണം. നീ കഴിഞ്ഞ വെച്ചല്ലേ 10ാം ക്ലാസ് പാസ്സായത്? അല്ല, ജോലിയായിരുന്നു. പോകട്ടെ. എന്റെ ഡീറ്റെയിൽസ് മൊത്തത്തിൽ നോക്കാം. നീ ആ മധുവിന്റെ മോനല്ലേ? അതൊക്കെ പിന്നെ പറയാം. ഇന്നലെ കുടി കുത്തിയ ആളല്ല, രക്ഷപ്പെട്ടു. വാ, ഇരിക്കുക. പറയാ. എന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് ഒന്ന് അറിയണം. എങ്കിൽ പ്രശ്നം പറയാ. താനെന്ത് ജോലിസിനാന്ന് പറഞ്ഞിരിക്കുന്നത്? അതിലല്ലേ ഞാൻ ഇവിടെ വന്നത്. താങ്കൾ അനുഭവിക്കുന്ന പ്രശ്നം പറയുക, എങ്കിൽ പരിഹാരം പറഞ്ഞു തരാം. അത് ജോലിസിലെ, ഞാൻ കുറെ പേരെ പ്രേമിക്കുന്നു. പക്ഷെ ഇവരാരും എന്നെ പ്രേമിക്കുന്നില്ല. എങ്കിൽ നാളെ പറയുക. അത്തം 19 തിരുവോണം, പിന്നെ 3 നാൾ കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും. ഇയാൾ എന്തോടെ പറയുന്നത്? അല്ല, എന്റെ കബഡി. കുട്ടിയുടെ പേരും അഡ്രസ്സും പറയാ. എന്താണ് ആലോചിക്കുക? കൊറേ ഉണ്ടേ. ഏത് പറയണം? അനുഷ്ക, വേലപ്പറമ്പ് ഹൗസ്, പ്ലാങ്കം. അനുഷ്ക. എങ്കിലും ഒരു കാര്യം ചെയ്യാം. ഞാനൊരു പൊടി അങ്ങോട്ട് തരും. എന്നതാ? ഗോതമ്പൊടി? അല്ല, ഈ പൊടി നട്ടുവെച്ച നേരത്ത് ആ കുട്ടിയുടെ വീട്ടുമുറ്റത്ത് കൊണ്ട് കുഴിച്ചിടുക. അപ്പോൾ താനെ ഇങ്ങോട്ട് തിരിച്ചു വരും. എന്ത്? പെൺകുട്ടിയെ. എന്നിട്ട് അവൾ തന്നോട് ഇഷ്ടമാണെന്ന് പറയും. തന്നെ ഇങ്ങോട്ട് വന്നിട്ട് പറയും ഇഷ്ടമാണെന്ന്. അപ്പൊ ഇത് ഐശ്വര്യമാണ്. അപ്പൊ ശരി, രക്ഷണ. സെറ്റാവട്ടെ. 2 ദിവസം കഴിഞ്ഞാൽ ദൈവമേ, ഇതിവിടെ എവിടെ കുഴിച്ചിടാനാ?